അസാധ്യമായത് എന്തും സാധിക്കും. ആഞ്ജനേയ സ്വാമിയുടെ തിരു അവതാര ദിനമാണ്. ഹനുമാൻ സ്വാമിയുടെ അവതാര ദിനമായി രാജ്യമെങ്ങും കൊണ്ടാടുന്ന ചൈത്ര പൗർണമി നാളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ലഭിക്കും. 2026 ഏപ്രിൽ 2 വ്യാഴാഴ്ചയാണ് ചിത്രാ പൗർണമി. ഹനുമാൻ സ്വാമിയെ ഭജിക്കാൻ ശ്രേഷ്ഠമായ വ്യാഴാഴ്ചയും ഹനുമത് ജയന്തിയും കൂടി ഒരുമിച്ച് വരുന്നതിനാൽ ഇരട്ടി ഫലം നൽകും. ഈ ദിവസം വ്രതം നോൽക്കുന്നവർ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. തലേന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് വ്രതം തുടങ്ങണം. ബ്രഹ്മചര്യം നിർബന്ധമാണ്. മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതം പാലിക്കണം. ജയന്തി ദിവസം പഴങ്ങൾ മാത്രം കഴിക്കുക എന്ന രീതിയിലാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. എത്ര കഠിനവ്രതം പറ്റുമോ അത്രയും നന്ന്. കരിക്ക്, വാഴപ്പഴം എന്നിവ അത്യാവശ്യമെങ്കിൽ കഴിക്കാം. ഹനുമാൻ സ്വാമി തികഞ്ഞ രാമഭക്തനായതിനാൽ വ്രതവേളയിൽ ശ്രീരാമദേവനെയും പ്രാർത്ഥിക്കണം. ജയന്തി ദിവസം രാവിലെ കുളിച്ച് രാമക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ പ്രദർശനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. അചഞ്ചലമായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ബുദ്ധിയുടെയും പ്രതീകമായ ഹനുമാൻ സ്വാമിയുടെ അലങ്കാരവും ആയുധവും തിന്മയെ നിഗ്രഹിക്കുന്ന ഗദയാണ്. അസാധ്യമായ കാര്യങ്ങൾ വരെ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ സാധ്യമാകുന്നതാണ്. വായുവേഗത്തിൽ അഭീഷ്ടസിദ്ധി നേടാനാകുന്ന അതിശക്തമായ ഹനുമത് മന്ത്രങ്ങളുണ്ട്. ഓം നമോ ഭഗവതേ ആഞ്ജനായ മഹാബലായ സ്വാഹ, ഓം ഹം ഹനുമതേ നമ എന്നീ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുന്നതിനും ജീവിത വിജയത്തിനും ഈ മന്ത്രങ്ങൾ ഉത്തമമാണ്. ശ്രീരാമജയം എന്ന ഒറ്റ സ്തുതി കൊണ്ട് സംപ്രീതനാകുന്ന ഹനുമാൻ സ്വാമിയെ കാര്യസിദ്ധിക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നതിന് ശ്രീരാമജയം ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് ചിത്രാ പൗർണമി. ശ്രീരാമജയം ജപിച്ച് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ വടമാലയോ എന്നിവ അണിയിക്കുന്നതും വെണ്ണ ചാർത്തിയും പൂജിച്ചാൽ അസാധ്യമായ കാര്യങ്ങൾ പോലും സാധിക്കുന്നതാണ്. ശ്രീരാമജയം ഒരു വെള്ള പേപ്പർ എടുത്ത് കഴിയുന്നത്ര തവണ എഴുതുകയും ശ്രീരാമജയം കഴിയുന്നത്ര തവണ ജപിക്കുകയും ചെയ്യുക. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അപ്പോൾ ഏവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ വ്രതമെടുക്കാനും സർവ്വ ഐശ്വര്യം ലഭിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏവർക്കും ശുഭദിനം നേരുന്നു.